ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ അനുമോളുടെ സപ്പോർട്ട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ച കൂടിയുള്ളൂ. ഇന്നത്തെ വോട്ടിംഗ് ഏതാണ്ട് അവസാനിക്കാറായി. ഇന്ന് രാത്രിയോട് കൂടിയിട്ട് ഈ ആഴ്ചയിലെ വോട്ട് അവസാനിക്കും. തിങ്കളാഴ്ച മുതൽ അടുത്ത വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. അത് ഫിനാലേക്കുള്ള വോട്ടിംഗ് ആണ്. അതായത് ആരാണ് സീസൺ 7ന്റെ കപ്പ് ഉയർത്താൻ പോകുന്നത്, ആ മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ആണ് അടുത്ത ആഴ്ച മുതൽ തുടങ്ങാൻ പോകുന്നത്. ഈ ആഴ്ചയിലെ അവസാന ഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് നിലവിൽ അനുമോൾക്കാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ പെർഫോമൻസ് ഗ്രാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉയർന്ന നിലയിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഒരു 95% ചാൻസ് അനുമോൾ കപ്പടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു 5% ഇതിൻ്റെ ഇടയിൽ എന്ത് അട്ടിമറികളും മാറ്റങ്ങളും സംഭവിച്ചേക്കാം. അങ്ങനെയാകുമ്പോൾ അനുമോൾ ബാക്കോട്ട് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 95% ചാൻസ് അനുമോൾ കപ്പടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ അനുമോൾ കപ്പടിച്ച് വരുമ്പോൾ ഇവരെല്ലാവരും പറയാൻ പോകുന്നത് PR-ന്റെ ബലത്തിൽ ജയിച്ചവളാണെന്ന്. ഇപ്പോൾ ഞാൻ സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു കമൻറ്റ് കണ്ടില്ലേ, വീട്ടമ്മയായിരിക്കും ഈ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ ഒരുപാട് കമൻറ്റുകൾ ഓരോ വീഡിയോയുടെ താഴെയും വന്ന് കിടക്കാറുണ്ട്. പക്ഷേ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ തന്നെ തോന്നി, ആ ഒരു ചേച്ചി ഒരുപാട് ആത്മാർത്ഥമായിട്ടാണ് ആ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്. പ്രോമോ കണ്ടപ്പോൾ മുതൽ എനിക്കൊരു സമാധാനമില്ല. ഞാൻ രാവിലത്തെ ദോശ പോലും കഴിച്ചിട്ടില്ല. ഓരോരുത്തരുടെ റിവ്യൂ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് മൊബൈലിൽ ഓരോരുത്തരുടെ ഇങ്ങനെ റിവ്യൂ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനമാണ് ഇത് കണ്ടപ്പോൾ സമാധാനമായത്. അതിൽ എന്നെ കൂടി എൻ്റെ റിവ്യൂ ഒന്നും കൂടി ചേച്ചി ഉൾക്കൊള്ളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. സമാധാനമായത് എന്നും കൂടി ആ ചേച്ചി അതിലകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് അമ്മമാരുടെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് അനുമോളുടെ PR എന്ന് എനിക്ക് തോന്നുന്നു. അനുമോൾക്ക് അനുമോളുടേതായ ഒരുപാട് പോരായ്മകളുണ്ട്. കരയും ടാസ്കിലൊന്നും ഒരുപാട് പെർഫോം ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ റിസ്ക് ആയിട്ടുള്ള എല്ലാ ടാസ്കിലും ആളും എങ്ങനെയെങ്കിലുമൊക്കെ കയറി പറ്റും. അതങ്ങനെയാണ്. ഈ സീസണിൽ ഒരു ടാസ്കിൽ അനുമോളെ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സീസൺ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് അല്പസമയം മുമ്പ് ഇന്നത്തെ ലൈവിൽ ഉണ്ടായിരുന്നത്. ആ ടാസ്കിൽ ഏറ്റവും കൂടുതൽ തുക അതിൽ പോയിട്ട് വെറുതെ ഓടിപ്പോയി ഒരു കെട്ടെടുത്ത് വന്നാൽ പോലും ഗംഭീരമാണ്. അപ്പോൾ ഇത്രമാത്രം എമൗണ്ട് കളക്ട് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ചെരുപ്പ് പോലും ഇടാതെ, ആ ചുട്ടു പൊള്ളുന്ന വെയിലത്ത് ചെരുപ്പ് പോലും ഇടാതെയാണ് ഓടിയിരിക്കുന്നത്. കാല് പൊള്ളുന്നു, ടെൻഷൻ ഉണ്ടാകുന്നു, പൈസ എടുത്ത് തിരിച്ചു വരണം എന്നേക്കുമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ട ഒരു ടാസ്ക്കാണ്. കറക്റ്റ് സമയത്ത് വീടിനുള്ളിൽ എത്തില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും പുറത്താകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. എന്നിട്ടും അതൊന്നും ഓർക്കാതെ ടാസ്കിന് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചു. ബിഗ് ബോസ് വീടിനകത്ത് കയറിയപ്പോൾ മുതൽ ഈ നിമിഷം വരെ അത്തരത്തിൽ തന്നെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ്. എൻ്റെ പ്രോമോ തന്നെ എടുത്താൽ നമ്മൾ നോക്കിക്കോളൂ. അതിൽ എന്തുമാത്രം ഹൈലൈറ്റ് ചെയ്ത് വന്നിരുന്ന അനുമോളുടെ പ്ലാച്ച് പോലും ഇപ്പോഴും വൈറലാണ്. ഇത്രമാത്രം കണ്ടന്റ് തന്ന ഒരു കണ്ടസ്റ്റന്റ് വിന്നറായി വരുമ്പോൾ ഇത് PR കൊണ്ട് വിജയിച്ചതാണെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഓരോ കണ്ടസ്റ്റൻസും വീടിനകത്ത് പറയേണ്ട PR. ഈ കുറച്ച് ഒരാഴ്ചയായിട്ടാണ് PR-ന് ഇത് കൂടിയിരിക്കുന്നത്. അക്ബർ പറയുന്നു PR എന്ന്, അതുപോലെ ആദിലെ നൂറേം പറയുന്നു PR കൊടുത്തിട്ടാണ്. ഇവർ PR കൊടുത്തവർ തന്നെ PR എന്ന് പറഞ്ഞു എങ്ങനെയിരിക്കും? PR ഉണ്ട്. അനുമോൾക്കുള്ള PR-കളാണ് കേട്ടോ ഇതേപോലെയുള്ള ആയിരക്കണക്കിന് അമ്മമാർ. അവരുടെ പ്രാർത്ഥനയാണ്. ഞാൻ ഓരോ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോഴും അവർക്ക് വേണ്ടി അനുമോൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഓരോ അമ്മമാരും കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നത്. ഒക്കെ തന്നെയാണ് അനുമോളുടെ PR. എനിക്ക് ഓരോ വ്യൂവേഴ്സിനോടും പറയാനുള്ളത്, ഇത്രയും കഷ്ടപ്പെട്ട് പുറലോകവുമായി ഒരു ബന്ധമില്ലാതെ അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് 100 ദിവസം കഴിഞ്ഞ് വിജയിച്ചോ അല്ലാതെയോ പുറത്തിറങ്ങിയ അനുമോളുടെ മുഖത്ത് നോക്കി PR-ന്റെ ബലത്തിലാണെന്ന് പറയാൻ ആരുടെ നാവ് പൊങ്ങാതിരിക്കട്ടെ. ആ കുട്ടിയുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് കളിച്ചത്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു നോക്കൂ. ലൈവ് കാണാൻ പറ്റാത്തവർ ഇന്നത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും കാണണം. ഗംഭീര പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്നും നിങ്ങൾ കണ്ടു നോക്കൂ. വീടിനകത്തുള്ളവരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നവരല്ലേ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയും കുശുമ്പൊക്കെ ഉണ്ടാകും. അതിൻ്റെ പേരിൽ കുത്തുനോവിക്കലൊക്കെ സഹിക്കാം. പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ. നമുക്കെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.